പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 8 വീഡിയോ ആണിത്. വേർഡിൽ ടാബ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. അതിനായി നമുക്കൊരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് നമുക്ക് എടുക്കാം. ആദ്യമായി എന്താണ് ടാബ് എന്നും ടാബ് സെറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നും നോക്കാം. ഈ പേജിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ടൈപ്പ് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ടാബ്. ടാബ് എവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നോ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. ഏതൊരു ഡോക്യുമെൻറ്റും ഓപ്പൺ ചെയ്യുമ്പോൾ കഴ്സർ ഇങ്ങനെ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ലെഫ്റ്റ് അലൈൻഡ് ആണ്. എന്നാൽ നമുക്കറിയാം ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ലൈൻ അല്പം റൈറ്റിലോട്ടായിരിക്കും. ഒരു പാരഗ്രാഫുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒന്നി ടാബ് കീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പേസ് ബാർ ഉപയോഗിച്ചോ ഈ കഴ്സർ നമ്മൾ അല്പം ഇവിടെ കൊണ്ടുവരിക, അതിനുശേഷം ടൈപ്പ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ നമുക്ക് പാരഗ്രാഫിൻ്റെ ആദ്യത്തെ ലൈൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ധാരാളം പാരഗ്രാഫ്സ് ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആകുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇതേ ലെവലിൽ തന്നെ ആയിരിക്കണം അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് സാധാരണ രീതിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്നുകിൽ സ്പേസ് ബാർ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും എണ്ണി നമ്മൾ പ്രസ് ചെയ്യുക. എന്നിട്ട് ആ നമ്പർ ഓർത്ത് വെച്ചിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ സ്പേസ് ബാർ അത്രയും തവണ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ടാബ് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര തവണ നമ്മളിവിടെ ടാബ് കീ പ്രസ് ചെയ്തോ അത്രയും തവണ വീണ്ടും വരുന്ന പാരഗ്രാഫിൽ ആദ്യത്തെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ടാബ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് ടൈപ്പ് ചെയ്യാനുള്ളപ്പോൾ നമ്മുടെ വർക്ക് ഒരുപാട് സ്ലോ ആയി പോകാനായിട്ട് ഇതൊക്കെ കാരണമാകും. അപ്പോൾ ടാബ് സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നം വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു പേജാണ്. ഇവിടെ മുകളിൽ ഒരു റൂളർ ഉണ്ടെങ്കിൽ, അതായത് ഒരു സ്കെയിലിൻ്റെ ഇമേജ് ഉണ്ടെങ്കിൽ അവിടെ അളവുകൾ കാണും. അത് നോക്കിയിട്ട് ആ ഓരോ അളവനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ടാബ് സെറ്റ് ചെയ്യാനായി ഒരു റൂളർ ആവശ്യമാണ്. പാരഗ്രാഫിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബയോഡേറ്റ ടൈപ്പ് ചെയ്യാനും അതുപോലെ ടേബിൾ വരയ്ക്കാതെ തന്നെ ഒരു ടേബിൾ ഫോമാറ്റിൽ ഡേറ്റ അറേഞ്ച് ചെയ്യാനും ഒക്കെ ടാബ് സെറ്റ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു റൂളർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്ന ടാബ് ഹോം ടാബാണ്. ഇതിനും ടാബ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു തരത്തിലുള്ള ടാബാണ്. അത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്. റൂളർ എന്ന ഓപ്ഷൻ ലഭിക്കാനായി വ്യൂ എന്ന ടാബ് ഓപ്പൺ ചെയ്യുക. ഇവിടെ റൂളർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റൂളർ വന്നത് കാണാം. ലെഫ്റ്റ് സൈഡിലും ഒരു റൂളർ നമുക്ക് കാണാം. ഇവിടെ 1, 2, 3, 4 അങ്ങനെ ഇതിൻ്റെ മെഷർമെൻറ്റും എഴുതിയിരിക്കുന്നത് കാണാം. എവിടെയാണോ ടാബ് സെറ്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടാബ് പലതരത്തിൽ സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് ടാബാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും ടൈപ്പിംഗ് വരുന്നത്. അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് റൈറ്റിലോട്ട് പോകും. അടുത്ത ലൈൻ വരുമ്പോൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡ് അലൈൻഡ് ആയിരിക്കും, ഒരേ ലെവലായിരിക്കും. റൈറ്റ് അലൈൻഡ് വേണമെങ്കിൽ റൈറ്റ് ടാബ് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റൈറ്റ് സൈഡ് അലൈൻഡ് ആയിരിക്കും. സെൻട്രലൈസ്ഡ് വേണമെങ്കിൽ സെൻറ്റർ ടാബ് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വേർഡോ അല്ലെങ്കിൽ സെൻറ്റൻസോ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഈ ടാബിൻ്റെ നേരെയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഡെസിമൽ ടാബ് സെറ്റ് ചെയ്യാം. ഡെസിമൽ ടാബ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരേ ലെവലിൽ ഡെസിമൽ പോയിൻ്റ് വരുന്ന വിധത്തിൽ താഴേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ടേബിൾ വരയ്ക്കാതെ 2 or 3 കോളമായിട്ട് ഡേറ്റ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ബാർ ടാബ് യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാനായി ഇവിടെ മുകളിൽ കാണുന്ന ഫസ്റ്റ് ലൈൻ ഇൻഡെൻറ്റ് ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് ഈ ലെഫ്റ്റ് മാർജിനിൽ നിന്നും അല്പം മാറി കുറച്ച് ഡേറ്റ നമുക്ക് ഈ ഒരേ ലെവലിൽ താഴോട്ട് എൻ്റർ ചെയ്ത് ഇടണമെങ്കിൽ താഴെ കാണുന്ന ഹാങ്ങിങ് ഇൻഡെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ ലെഫ്റ്റ് ടാബ്, റൈറ്റ് ടാബ് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ടാബ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് ലഭിക്കുന്നത്. ഇത് ലെഫ്റ്റ് ടാബാണ്. ഡിഫോൾട്ടായി ലെഫ്റ്റ് ടാബായിരിക്കും ഓപ്പൺ ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ടാബ് സെറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടാബായിരിക്കും ലഭിക്കുന്നത്. ഈ 1 ഇഞ്ചിൽ നമുക്കൊരു ടാബ് സെറ്റ് ചെയ്യാം. അതിനായി മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരിക.
അതിനുശേഷം ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 1 ഇഞ്ചിൽ ഒരു ടാബ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അടുത്തതായി 4 ഇഞ്ചിൽ നമുക്കൊരു ടാബ് സെറ്റ് ചെയ്യാം. ഇനി ഈ ടാബ് സെറ്റിങ്സിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. ഈ ഫസ്റ്റ് ടാബ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കീബോർഡിൽ ടാബ് എന്ന് എഴുതിയിരിക്കുന്ന കീ ഒരു തവണ പ്രസ് ചെയ്യുക. ഇപ്പോൾ കഴ്സർ നേരെ ഈ ടാബ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുന്നത് കാണാം. ഇനി ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ടാബ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ടാബ് നേരെ അടുത്ത ടാബ് സ്റ്റോപ്പിൻ്റെ താഴേക്ക് വന്നിരിക്കുന്നത് കാണാം. അവിടെയും നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യുക. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്ത് അടുത്ത ലൈനിലേക്ക് വരിക. അപ്പോഴും ലെഫ്റ്റ് മാർജിനിലേക്കായിരിക്കും കഴ്സർ വരുന്നത്. ടാബ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ടാബ് സ്റ്റോപ്പിലേക്ക് വന്നു. വീണ്ടും നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ടാബ് ഇങ്ങനെ ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെയെല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് ടൈപ്പിംഗ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ഒരേ ലെവലിലാണ് വന്നിരിക്കുന്നത്. അതാണ് ലെഫ്റ്റ് ടാബിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ടാബ് എടുക്കാം. അതിനു മുൻപായി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ടാബെല്ലാം ക്ലിയർ ചെയ്യാം. ടാബ് ക്ലിയർ ചെയ്യാനായി ഈ ടാബിലോ അല്ലെങ്കിൽ ഈ ടാബിലോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ടാബിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരിക. അതിനുശേഷം ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടാബിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി. ഇതേ ഡയലോഗ് ബോക്സ് ആണ് നമുക്ക് പാരഗ്രാഫ് ഗ്രൂപ്പ് കമാൻഡ് പഠിച്ചപ്പോൾ ലഭിച്ചത്. ഇവിടെ നിന്ന് ക്ലിയർ സെലക്ട് ചെയ്താൽ ഓരോ ടാബ് വീതം നമുക്ക് ക്ലിയർ ചെയ്യാം. ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടാബും ഒറ്റ ക്ലിക്കിൽ ക്ലിയർ ചെയ്യാനായി ക്ലിയർ ഓൾ കൊടുക്കാം. അതിനുശേഷം ഓക്കെ സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതെല്ലാം സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് എല്ലാം ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാം. അടുത്ത ടാബ് നോക്കാം. ഇത് സെൻറ്റർ ടാബാണ്. ഒരു ടി അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ സിമ്പൽ. സെൻറ്റർ ടാബ് നമുക്ക് 2 ഇഞ്ചിൽ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം 5 ഇഞ്ചിൽ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നീട് ടാബ് കീ ഉപയോഗിച്ച് ആദ്യത്തെ ടാബ് പൊസിഷനിലേക്ക് വരാം. ഇനി ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണിത് വരുന്നതെന്ന് ശ്രദ്ധിക്കാം. ഇത്തരത്തിലാണ് വന്നിരിക്കുന്നത്. അടുത്ത ടാബ് പൊസിഷനിലേക്ക് പോകാം. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യാം. ടാബിലേക്ക് വന്നു. ടാബ്, എൻ്റർ, ടാബ്, ടാബ്. ഇവിടെ എല്ലാം സെൻട്രലൈസ്ഡ് ആയി വന്നിരിക്കുന്നത് കാണാം. അതായത് ഈ ടാബിൻ്റെ നേരെ താഴെയായിരിക്കും ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ സെൻറ്റർ പൊസിഷൻ. ഇതാണ് സെൻറ്റർ ടാബിൻ്റെ പ്രത്യേകത. ഇനി ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനുശേഷം അടുത്ത കമാൻഡ് നോക്കാം. ഇത് റൈറ്റ് ടാബാണ്. അത് നമുക്ക് 1-ൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം 5-ൽ സെറ്റ് ചെയ്യാം. ടാബ് കീ ഉപയോഗിച്ച് ടാബ് പൊസിഷനിലേക്ക് വരാം. പിന്നീട് ടൈപ്പ് ചെയ്യാം. ടാബ്, എൻ്റർ, ഇവിടെ എല്ലാം റൈറ്റ് അലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് കാണാം. ഈ സൈഡ് അലൈൻഡ് ആണ്, അതുപോലെ തന്നെ ഈ സൈഡും അലൈൻഡ് ആണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒന്ന് എൻ്റർ ചെയ്യാം. അതിനുശേഷം ടാബ് കീ പ്രസ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഈ ഭാഗത്ത് മാർജിൻ ഉണ്ടെന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ മാർജിൻ വരെയായിരിക്കും ഇങ്ങനെ റൈറ്റ് അലൈൻഡ് ആയിട്ട് പോകുന്നത്. ഈ മാർജിന് ശേഷം വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിലോട്ട് ടൈപ്പായി വരുന്നത് കാണാം. അതായത് ഈ റൈറ്റ് അലൈൻമെൻറ്റ് ബ്രേക്ക് ആവുന്നത് കാണാം. കാരണം ഇവിടെ മാർജിൻ ഇവിടം വരെയേ ഉള്ളൂ. അതുകൊണ്ട് ലെഫ്റ്റ് മാർജിൻ കീപ്പ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് ക്ലിയർ ചെയ്യാം.
അടുത്തത് ഡെസിമൽ ടാബാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡെസിമൽ ടാബ് 1 സെറ്റ് ചെയ്യാം. അതിനുശേഷം ടാബ് പ്രസ് ചെയ്ത് നമുക്കൊരു ഡെസിമൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. വീണ്ടും എൻ്റർ, ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ എല്ലാ ഡെസിമൽ പോയിൻറ്റ്സും ഒരേ ലെവലിലാണ് വന്നിരിക്കുന്നത്. അത് ഈ ടാബിൻ്റെ നേരെ താഴെയാണെന്ന് കാണാം. ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ഡെസിമൽ പോയിൻ്റ് തെറ്റാതെ ഒരേ ലെവലിൽ ഡെസിമൽ പ്ലേസസ് വരത്തക്ക വിധത്തിൽ ടൈപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇങ്ങനെ ടാബ് സെറ്റ് ചെയ്യാതെ ടൈപ്പ് ചെയ്താൽ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുകയില്ല. അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഡെസിമൽ പ്ലേസസ് എല്ലാം പല വിധത്തിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊഴിവാക്കാൻ വളരെ എളുപ്പത്തിൽ ഡെസിമൽ ടാബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്ലിയർ ചെയ്ത് അടുത്ത കമാൻഡ് നോക്കാം. ഇത് ബാർ ടാബാണ്. കോളം വരയ്ക്കാതെ തന്നെ അല്ലെങ്കിൽ ടേബിൾ വരയ്ക്കാതെ തന്നെ ഒരു കോളം ഫോമിൽ ഡേറ്റ എൻ്റർ ചെയ്യാനായി ഈ ടാബ് നമുക്ക് യൂസ് ചെയ്യാം. വൺ ഇഞ്ചിൽ ഒരു ടാബ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം 3 ഇഞ്ചിൽ, പിന്നീട് 5 ഇഞ്ചിൽ. കൃത്യം മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ വരികയുള്ളൂ. അപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ടാബ് കീ പ്രസ് ചെയ്യാം. ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത കോളത്തിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ചെയ്യുക. പിന്നീട് ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത കോളത്തിലേക്ക് വരിക. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ആ ബാറും കൂടി നേരെ താഴേക്ക് വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ കൊടുത്ത് താഴെ വന്ന ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കോളമോ അല്ലെങ്കിൽ ഒരു ടേബിളോ ഒന്നും വരയ്ക്കാതെ തന്നെ ആ ഒരു ഫോമാറ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡേറ്റ എൻ്റർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബാർ ടാബിൻ്റെ യൂസ്. ഈ ഇമേജ് നമുക്ക് ഇവിടെ കാണാം. ഇത് ഫസ്റ്റ് ലൈൻ ഇൻഡൻ്റ് ആണ്. ഇതുപയോഗിച്ചാണ് പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കൊരു 1 ഇഞ്ചിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നിരുന്ന ഇമേജ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ കഴ്സറും ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാനായി എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേ സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ടാബ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അതേ ലെവലിൽ നമുക്ക് അടുത്ത പാരഗ്രാഫും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒരേ ലെവലിൽ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് നീറ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ക്ലിയർ ചെയ്യാനായി ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതിവിടെ കൊണ്ട് നിർത്തിയാൽ മതി. പക്ഷേ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ എവിടാണോ കഴ്സർ നിൽക്കുന്നത് ആ ലൈനും കൂടി ഡ്രാഗായി വരുന്നതാണ്.
ഇതിപ്പോൾ ഈ പാരഗ്രാഫിലാണ് കേഴ്സർ നിൽക്കുന്നത്. അതുകൊണ്ട് ഡ്രാഗ് ചെയ്തപ്പോൾ ആ ലൈനും കൂടി ഡ്രാഗായി വന്ന് അത് ഒഴിവാക്കാനായി കേഴ്സർ എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ലൈനിലേക്ക് കൊണ്ടുപോവുക. പിന്നീട് ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഇനി അടുത്തത് നോക്കാം. ഇത് ഹാങ്ങിങ് ഇൻഡൻ്റ് ആണ്. അതായത് ഒരേ ലെവലിൽ താഴെ ടൈപ്പ് ചെയ്ത് പോകാനാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഡിലീറ്റ് ചെയ്ത ശേഷം അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ കഴ്സർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ടൈപ്പ് ചെയ്താൽ ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ടാബിൻ്റെ താഴെ ടൈപ്പ് ചെയ്യാനായിട്ട് ടാബ് കീ പ്രസ് ചെയ്യുക. പിന്നീട് ടൈപ്പ് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതെല്ലാം ഈ ടാബിൻ്റെ നേരെ താഴെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് പോയിരിക്കുന്നതാണ്, ലെഫ്റ്റ് മാർജിൻ്റെ ഭാഗത്തേക്ക്. വീണ്ടും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്യുക. പിന്നീട് ടൈപ്പ് ചെയ്ത് തുടങ്ങുക. ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റിൽ ആദ്യത്തെ ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അടുത്ത ലൈനിലേക്ക് വന്നപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ്, ലെഫ്റ്റ് മാർജിനെ കീപ്പ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഹാങ്ങിങ് ഇൻഡൻറ്റ് വരുമ്പോൾ എല്ലാം ഈ ഹാങ്ങിങ് ഇൻഡൻറ്റ് എവിടെയാണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടേക്ക് ഈ ലെഫ്റ്റ് മാർജിനിലേക്ക് വരുന്നതും കാണാം. എന്നാൽ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എവിടെയാണോ ടാബ് നിൽക്കുന്നത് അവിടെയായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ലെഫ്റ്റ് ടാബ്, റൈറ്റ് ടാബ്, അങ്ങനെ അത് വീണ്ടും റൗണ്ട് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ റൂളർ സെറ്റ് ചെയ്യാനായി നമ്മൾ വ്യൂ ടാബിൽ വന്നു. അതുകൊണ്ടാണ് വ്യൂ ടാബിൻ്റെ റിബൺ ഓപ്പൺ ആയി കിടക്കുന്നത്. നമുക്ക് ഹോം ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഹോം ടാബ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഏത് ടാബ് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ വേറെ ടാബ് ഓപ്പൺ ചെയ്യുമ്പോഴും റൂളർ ഇവിടെ തന്നെ കാണും, ടാബിൻ്റെ ഐക്കണും ഇവിടെ തന്നെ കാണും. നമുക്ക് ആവശ്യമുള്ള ടാബ് എടുക്കുകയും ചെയ്യാം. ഇനി ഈ ടാബ് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുപോകണം. അതിനായിട്ട് ആദ്യം കേഴ്സർ താഴേക്ക് കൊണ്ടുവരിക, പിന്നെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം അത് ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് നിർത്താവുന്നതാണ്. ടാബിനെ കുറിച്ച് ഇനിയും വളരെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ബയോഡേറ്റ ടൈപ്പ് ചെയ്യുന്നതും ഒക്കെ അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാം. പാരഗ്രാഫ് ഗ്രൂപ്പിൽ ഈ ടാബിൻ്റെ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട ഈ ഡയലോഗ് ബോക്സും ഇവിടെ നമ്മൾ ടാബ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത ഡയലോഗ് ബോക്സും എല്ലാം ഒന്നാണ്. ഇതിൽ നിന്നുള്ള കമാൻഡ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.